പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മള് ലോക ചരിത്രത്തിലെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ അന്തർദേശീയ വിപ്ലവങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ലോകത്ത് സംഘടനകൾക്ക് കാരണമാകുന്നത് പ്രധാനമായും സാമ്രാജ്യത്വമായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെയോ അധികാരം കൈയാളുവാൻ മറ്റേതെങ്കിലും രാജ്യം ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സാമ്രാജ്യത്വവൽക്കരണം എന്ന് വിളിക്കുക. അപ്പൊ സാമ്രാജ്യത്വം തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുക. അവിടെ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ ലോകമാസകലം അത് വ്യാപിച്ചു എന്നതാണ് അതിൻ്റെതായ ഒരു പ്രത്യേകത. അപ്പൊ ലോകരാജ്യങ്ങള് ഏകദേശം എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പങ്കെടുത്ത ലോക ചരിത്രത്തിലെ ആദ്യ യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. അതിന്റെ പ്രധാന കാരണം എന്താണ്? സാമ്രാജ്യത്വമാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. ലോകത്തെ വിപ്ലവങ്ങൾക്ക് കാരണമായതും അതുപോലെ തന്നെ ലോകമഹായുദ്ധത്തിന് കാരണമായതും സാമ്രാജ്യത്വമാണ്. അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ അടക്കി വാഴുവാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ പ്രവൃത്തിയാണ് യുദ്ധത്തിലേക്ക് നയിക്കുക. നമുക്ക് നോക്കാം. ദ മെയിൻ കോസ് ദാറ്റ് ലീഡ് ടു വേൾഡ് വാർ, ഇംപീരിയലിസം. സാമ്രാജ്യത്വമാണ് ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എന്താണ് ഈ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തെയോ ഒരു ഭൂപ്രദേശത്തെയോ ആധിപത്യത്തിന് കീഴിലാക്കുക. ആധിപത്യത്തിന് കീഴിലാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ ആധിപത്യത്തെയാണ് നമ്മൾ സാമ്രാജ്യത്വം അഥവാ ഇംപീരിയലിസം എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇംപീരിയലിസം? ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ domination established by one country over another country. സ്വാഭാവികമായിട്ടും അങ്ങനെ ആധിപത്യം സ്ഥാപിച്ചാൽ എന്ത് ചെയ്യും? ആധിപത്യം സ്ഥാപിക്കുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യം ആധിപത്യം സ്ഥാപിക്കുന്ന ഭൂപ്രദേശത്ത് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരും. കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ പുതിയ ഭരണ സമ്പ്രദായം കൊണ്ടുവരാം, പുതിയ നിയമങ്ങൾ പാസാക്കാം, സാംസ്കാരികമായ ഇടപെടലുണ്ടാവാം, മതപ്രചരണം ഉണ്ടാവാം, അതുപോലെ തന്നെ സൈനിക ശക്തി ഉപയോഗിച്ച് എപ്പോഴും ആ ജനതയെ അടിച്ചമർത്തിയെന്നും വരാം. അല്ലെ? നമ്മൾ ലോക വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കണ്ടതും ഇത് തന്നെയല്ലേ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭൂപ്രദേശത്തെയും രാജ്യങ്ങൾ കോളനിയാക്കി മാറ്റിയത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗലുമാണ്. അവര് ആദ്യം അവിടെ കച്ചവടത്തിന് എത്തിച്ചേർന്നു. തുടർന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ചു സൈനിക ശക്തിയിലൂടെ. തുടർന്ന് അവരുടേതായ നിയമവ്യവസ്ഥ നടപ്പിലാക്കി. അവരുടെ ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. മതവും ഭാഷയും സംസ്കാരവും പ്രചരിപ്പിച്ചു. ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ചെയ്തതും ഇത് തന്നെയല്ലേ? സാമ്രാജ്യത്വവൽക്കരണത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ചെയ്തത് കച്ചവടത്തിൽ എത്തിച്ചേർന്ന അവര് ആദ്യം സൈന്യത്തെ ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിച്ചു. തുടർന്ന് അവരുടെ ഭരണ സംവിധാനങ്ങൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റായി മാറി. ശരിയല്ലേ? ഇത് തന്നെയാണ് സാമ്രാജ്യത്വം. അത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു അത്രമാത്രം കേട്ടോ. അപ്പോ എക്സർസൈസ്ഡ് യൂസിങ് ഫാക്ടേഴ്സ് സച്ച് ആസ് ലീഗൽ സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് മിലിറ്ററി പവർ. എന്താണ് സാമ്രാജ്യത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ദ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ domination established by one country or another country, exercised using factors such as legal systems, administrative structure and military power. ഈ ഒരു സാമ്രാജ്യത്വം സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സാമ്രാജ്യത്വം നടത്തിയപ്പോൾ ഇന്ത്യക്കാര് അതില് എതിർപ്പുണ്ടായി. പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങൾ ഇതുപോലെ സാമ്രാജ്യത്തിന്റെ ഫലമായിട്ട് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായി. ആ രാജ്യം പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചത് ആ പ്രതിഷേധമായിരുന്നില്ല. മറിച്ച് അങ്ങനെ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സാമ്രാജ്യത്വം സ്ഥാപിച്ച രാജ്യങ്ങളെ സഹായിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ വന്നു. ഇതേ ആധിപത്യം സ്ഥാപിച്ച ഭൂപ്രദേശം കോളനിയാക്കാൻ മത്സരത്തിന്റെ ഭാഗമായി മറ്റു ചില രാജ്യങ്ങൾ വന്നു. ഇതാണ് യുദ്ധത്തിലേക്ക് നയിക്കുക. നമുക്കത് വിശദമായി തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരും. ഓക്കെ,
അപ്പോ സാമ്രാജ്യത്വമാണ് ലോകമഹായുദ്ധത്തിന് കാരണമായ പ്രധാന ഘടകം എന്ന കാര്യം ഓർമ്മിക്കുക. ഇംപീരിയലിസം. ഇമ്പാക്ട് ഓഫ് ഇംപീരിയലിസം. എന്തൊക്കെയാണ് സാമ്രാജ്യത്വത്തിന്റെ പ്രത്യേകതകൾ? അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്തിയത്? ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. കോളനികളുടെ പരമ്പരാഗതമായ സമ്പദ്വ്യവസ്ഥ തകർത്തു. ഇന്ത്യയുമായി ലിങ്ക് ചെയ്ത് പിടിച്ചേ. ശരിയല്ലേ? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോയില്ലേ? പരമ്പരാഗതമായി കാർഷിക രാജ്യമായിരുന്ന ഇന്ത്യയില് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചില്ലേ? ശരിയല്ലേ? പരമ്പരാഗത ഭരണസമിതമായ രാജഭരണത്തിന് വിലയില്ലാതായി മാറിയില്ലേ? ബ്രിട്ടീഷുകാരുടെ ഇടപെടലോടുകൂടി പല നാട്ടുരാജ്യങ്ങളും ആരുടെ ആധിപത്യം അംഗീകരിച്ചു? ബ്രിട്ടീഷുകാർ. അതുപോലെ. ഓക്കെ. അപ്പോൾ കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ അവിടെ തകർക്കപ്പെട്ടു. Destroyed the traditional economy of the colonies. Disrupted existing system of administration and legal structure. ഭരണരീതിയും നിയമവ്യവസ്ഥയും അവിടെ അട്ടിമറിക്കപ്പെട്ടു. അട്ടിമറിക്കപ്പെട്ടു. അതായത് ഇന്ത്യക്കാരുടെ അംഗീകാരത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് മാറ്റിയതെന്ന് പറയാം. പക്ഷേ അംഗീകാരത്തോടു കൂടെയല്ല, അട്ടിമറിക്കപ്പെട്ടു അല്ലെ? അപ്പോ disrupted existing system of administration and legal structure. അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ സംസ്കാരം അവിടെ വ്യതിചലിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിവ തകർക്കപ്പെട്ടു. പകരം സാമ്രാജ്യത്വം സ്ഥാപിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ രീതി എന്നിവ പ്രചരിപ്പിക്കപ്പെട്ടു. ഇത് ലോകമാസകലം സംഭവിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ വെച്ച് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിജിനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വേർ അണ്ടർമൈൻഡ്. ഓക്കെ അല്ലേ? നാച്ചുറൽ റിസോഴ്സസ് വേർ പ്ലണ്ടേർഡ്. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിൽ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കാർഷിക രാജ്യമായ ഇന്ത്യയിലെ പ്രധാന പ്രകൃതി വിഭവം കർഷകരെ സംബന്ധിച്ച് എന്താണ്? ഫലപുഷ്ടമായ മണ്ണാണ്. ആ ഫലപുഷ്ടമായ മണ്ണിൽ നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ഈ നീലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമാകും. അതുകൊണ്ട് പിൽക്കാലത്ത് നീലം കൃഷി ചെയ്യാൻ ഇന്ത്യയിലെ കർഷകർ തയ്യാറായില്ല. അതൊരു ഉദാഹരണമായി പറഞ്ഞാൽ മതി. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് പ്ലണ്ടേർഡ്. പ്രകൃതി വിഭവങ്ങൾ അവിടെ അനിയന്ത്രിതമായി കൊള്ളയടിക്കപ്പെട്ടു. ഖനനം ഇന്ത്യയിൽ വ്യാപകമായി അല്ലെ? അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലും പ്രകൃതി വിഭവങ്ങൾ ആരാണോ സാമ്രാജ്യത്വം സ്ഥാപിച്ചത് ആ രാജ്യങ്ങൾ കൊള്ളയടിച്ചു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളുടെ കൃഷി വ്യാപകമായി മാറി അല്ലെ? കൾട്ടിവേഷൻ ഓഫ് കാഷ് ക്രോപ്സ് ബിക്കം വൈഡ് സ്പ്രെഡ് ഇൻ പ്ലേസ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ കോളനിയായ രാജ്യങ്ങളിൽ ദാരിദ്ര്യമുണ്ടാവും, ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് സാമ്രാജ്യത്വം സ്ഥാപിക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടായെങ്കിലും ഏത് രാജ്യമാണോ സാമ്രാജ്യത്വത്തിന്റെ കീഴിലായി മാറുന്നത്, കോളനിയായി മാറുന്നത്, ആ രാജ്യങ്ങളിലെ ജനജീവിതം ദുസ്സഹമായി എന്ന് പറയേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇമ്പാക്ട് ഓഫ് ഇംപീരിയലിസം. Destroy the traditional economy of the colonies. Disrupted existing system of administration, legal structure. Indigenous art, literature, language, culture and education were undermined. Natural resources were plundered. Cultivation of cash crops became widespread in place of traditional food crops. സെറ്റാണേ. ഇനി ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച ചില സംഭവങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുക. ഒന്നാം മൊറോക്കൻ പ്രതിസന്ധി. മൊറോക്കോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാജ്യമാണല്ലോ. ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. നിങ്ങൾ ചിന്തിക്കണം, ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഏത് രാജ്യത്തെ കുറിച്ചാണ് പറയണേ? മൊറോക്കോയെ കുറിച്ച്. ആ ഉടമ്പടിയിൽ മൊറോക്കോ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇല്ല. മൊറോക്കോയിൽ നടത്തേണ്ട കാര്യങ്ങള് ബ്രിട്ടനും ഫ്രാൻസും കൂടെ എന്ത് ചെയ്യാണ്? ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. എന്താ ഉടമ്പടിയിൽ ഉള്ളടക്കം? ഈ മൊറോക്കോയുടെ ആധിപത്യം ബ്രിട്ടൻ ഫ്രാൻസിന് വിട്ടുകൊടുക്കുകയാണ്. അല്ലെങ്കിൽ മൊറോക്കോയിലെ ഫ്രാൻസിന്റെ ആധിപത്യം ആരെ അംഗീകരിക്കുകയാണ്? ബ്രിട്ടൻ അംഗീകരിക്കുകയാണ്. ഈ മൊറോക്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് പ്രകൃതി വിഭവങ്ങൾ അത്യാവശ്യമുണ്ട്. അപ്പോ ഈ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുവാൻ ബ്രിട്ടനും ഫ്രാൻസും
ഒരു സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. മറ്റ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകുന്ന യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. ജർമ്മനിക്ക് ഈ മൊറോക്കോ കീഴടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഫ്രാൻസ് ആധിപത്യം അംഗീകരിച്ചു. അതിനെ മറ്റൊരു സഖ്യരാജ്യമായ ബ്രിട്ടൻ അംഗീകരിച്ചു. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ജർമ്മനി തീരുമാനിച്ചു. ജർമ്മനി എന്ത് ചെയ്തു? അവിടെ ഒരു കപടനയം പ്രയോഗിക്കുകയാണ്. മൊറോക്കോയെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിനും ബ്രിട്ടനുമെതിരെ പോരാടാൻ മൊറോക്കോയെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി എന്ത് ചെയ്തു? മൊറോക്കൻ തുറമുഖമായ അഗദറിലേക്ക് ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ അയക്കുകയാണ്. യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ പറയുന്നത് മൊറോക്കോയെ സംരക്ഷിക്കാൻ. ആരിൽ നിന്ന്? ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും. പക്ഷേ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച മൊറോക്കോ മറ്റുള്ളവരുടെ കയ്യിൽ എത്തണ്ട. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ്സ് പോലെ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ നയപരമായി ഇടപെടും. അവരങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കത്തൊന്നുമില്ല. നയപരമായി ഇടപെടും. എപ്പോഴും ലാഭമാണ് മുതലാളിത്ത രാജ്യങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഫ്രാൻസും ബ്രിട്ടനും ഈ ജർമ്മനി അഗതികളിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചല്ലോ. ഇടപെട്ടിട്ട് ജർമ്മൻ ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഞങ്ങളുടെ കീഴിലും ഫ്രാൻസിന്റെ കീഴിലുള്ള കോങ്കോ, അതുപോലെ തന്നെ തെക്കേ അമേരിക്കൻ ഇക്വറ്റോറിയൻ ഭൂപ്രദേശങ്ങൾ, ആഫ്രിക്കയിലെ ചില ഭൂപ്രദേശങ്ങളൊക്കെ ആർക്ക് വിട്ടുകൊടുക്കാം? ജർമ്മനിക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് കാരണം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മൊറോക്കോയിൽ ഇടപെടാൻ പാടില്ല. അപ്പൊ ജർമ്മനിക്ക് കോളനിവൽക്കരണം വേണം. അത്യാവശ്യം ഭൂപ്രകൃതി വിഭവങ്ങൾ വേണം. അതാണ് ലക്ഷ്യം. അപ്പോ മൊറോക്കോയ്ക്കൊക്കെ പകരമായി കോങ്കോ, ഇക്വറ്റോറിയൻ രാജ്യം, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ചില ഭൂപ്രദേശങ്ങളും ഫ്രാൻസ് ആർക്ക് വിട്ടുകൊടുക്കും? ജർമ്മനിക്ക്. അതോടുകൂടി ജർമ്മനി എന്ത് ചെയ്തു? മൊറോക്കോയെ സഹായിക്കണമെന്ന കാഴ്ചപ്പാട് പിൻവലിച്ചു. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ സാമ്രാജ്യത്വ കിടമത്സരമാണ് ചേരികൾ രൂപം കൊള്ളാൻ കാരണമായത്. ഈ ചേരികൾ പിൽക്കാലത്ത് എന്തായിട്ട് മാറി? കടുത്ത മത്സരത്തിലേക്കും സംഘട്ടനത്തിലേക്കും വഴിവെച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അപ്പോ മൊറോക്കൻ പ്രതിസന്ധി നോക്കാം. ഫസ്റ്റ് മൊറോക്കൻ ക്രൈസിസ് പീരീഡ് 1905 to 1911. According to the agreement signed between Britain and France in 1904, ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. Britain recognized France's control over African country of Morocco. അപ്പോൾ മൊറോക്കോയിലെ ആധിപത്യം ബ്രിട്ടൻ ആർക്ക് വിട്ടുകൊടുത്തു? ഫ്രാൻസിന്. അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഏത് വർഷം? 1904. ഏത് രാജ്യത്തിന്റെ? മൊറോക്കോയുടെ. ഓക്കെ. In protest against this agreement, Germany sent a warship to the Moroccan port of Agadir to support Sultan of Morocco. പറയുന്നത് മൊറോക്കോ സുൽത്താനെ സഹായിക്കാനാണെന്നാണ്. യഥാർത്ഥത്തിൽ മൊറോക്കോ സുൽത്താനെ സഹായിക്കാനാണോ? അല്ല. ആ ഭൂപ്രദേശം എങ്ങനെ ആർക്ക് വേണം? ജർമ്മനിക്ക് വേണമെന്ന് ആഗ്രഹം. അപ്പൊ ഫ്രാൻസ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഫ്രാൻസ് അവരുടെ കീഴിലുണ്ടായിരുന്ന കോങ്കോ ഭൂപ്രദേശവും ഇക്വറ്റോറിയൽ ഭൂപ്രദേശവും ആഫ്രിക്കയിലെ ചില ഭൂപ്രദേശങ്ങൾ ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക്. France resolved this crisis by conceding certain territories in French Congo, French Equatorial Africa to Germany. അതോടുകൂടി സാമ്രാജ്യത്വ കിടമത്സരം ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് നീണ്ടേനെ. കാരണം ജർമ്മനി യുദ്ധക്കപ്പൽ അയച്ചു. സ്വാഭാവികമായിട്ടും ബ്രിട്ടനും ഫ്രാൻസും എന്ത് ചെയ്യാം? അതിനെ ആക്രമിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നയപരമായ ഇടപെടലോടുകൂടി അവിടെ യുദ്ധം ഉണ്ടായില്ല. ഇവർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. കാരണം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നയപരമായി ഇടപെട്ട് യുദ്ധ സാഹചര്യം ഉണ്ടെങ്കിലും അതവിടെ എന്ത് ചെയ്തു? ഇല്ലാതായി മാറി എന്നതാണ് യഥാർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ദ ഫസ്റ്റ് മൊറോക്കൻ ക്രൈസിസ് പീരീഡ് 1905 to 1911. According to the agreement signed between Britain and France in 1904, Britain recognized France's control over the African country of Morocco. In protest against this agreement, Germany sent warship to the Moroccan port of Agadir to support Sultan of Morocco. France resolved this crisis by conceding certain territories in French Congo and French Equatorial Africa to Germany. അടുത്ത നമ്മൾ പറയുന്നു ബാൽക്കൻ പ്രതിസന്ധി. ഈ ബാൽക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാമ്രാജ്യത്വ കിടമത്സരത്തിന്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. ഈ ബാൽക്കൻ പ്രതിസന്ധി നിലനിന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ബാൽക്കൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്പിലെ ഭൂപ്രദേശമായ ബാൽക്കൻ
കൈവശപ്പെടുത്താൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? യൂറോപ്യൻ രാജ്യങ്ങളായ ഓസ്ട്രിയയ്ക്ക് ആഗ്രഹമുണ്ട്. സെർബിയയ്ക്കും ആഗ്രഹമുണ്ട്. ഓസ്ട്രിയയ്ക്ക് ആഗ്രഹമുണ്ട്. സെർബിയയ്ക്ക് ആഗ്രഹമുണ്ട്. അവര് എങ്ങനെയും ഈ ബാൽക്കൻ ഭൂപ്രദേശം കൈയടക്കണമെന്ന് വിചാരിക്കുക. ഈ ബാൽക്കൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരുടെ കീഴിലുള്ളതാണ്? തുർക്കി ഭരണാധികാരിയുടെ, തുർക്കി ഖലീഫയുടെ കീഴിലുള്ള അധികാരപരിധിയുള്ള ഭൂപ്രദേശമാണ് ബാൽക്കൻ എന്ന് പറയുന്നത്. ഈ ബാൽക്കന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഗ്രീസാണ്. അപ്പോ ഈ ഓസ്ട്രിയയും സെർബിയുമാണ് ഏത് ഭൂപ്രദേശം കീഴടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ബാൽക്കൻ. ബാൽക്കൻ യഥാർത്ഥത്തിൽ ആരുടേതാണ്? തുർക്കിയിലെ ഖലീഫയുടേതാണ്. തുർക്കിയിലെ രാജാക്കന്മാരെ നമ്മൾ ഒട്ടോമൻ രാജാക്കന്മാരെന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒട്ടോമൻ വംശജർ. അങ്ങനെ ഒട്ടോമൻ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ തുർക്കിയുടെ അധീനതയിലുള്ള ബാൽക്കൻ ഭൂപ്രദേശത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണിത് ഗ്രീസ് എന്ന് പറയുക. അപ്പോ ഈ ഓസ്ട്രിയ സെർബിയുമാണല്ലോ ഏറ്റുമുട്ടാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടി? ബാൽക്കന് വേണ്ടി. ബാൽക്കൻ ഭൂപ്രദേശം കീഴടക്കാൻ വേണ്ടി സെർബിയ എന്ത് ചെയ്തു? ബാൽക്കന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രീസുമായിട്ടും ബൾഗേറിയയുമായിട്ടും മോണ്ടെനിഗ്രോയുമായിട്ടും ഒരു സഖ്യ ഉടമ്പടി ഒപ്പുവെച്ചു. എന്ന് പറഞ്ഞാൽ സെർബിയയ്ക്ക് ബാൽക്കൻ ഭൂപ്രദേശം കിട്ടിയാൽ ആ ഭൂപ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ആർക്ക് കൊടുക്കാം? സെർബിയ ആർക്ക് കൊടുക്കും? ഗ്രീസിനും ബൾഗേറിയയ്ക്കും മോണ്ടെനിഗ്രോയ്ക്കും കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ സെർബിയയ്ക്ക് ആര് സഹായം നൽകി? ബാൽക്കൻ ഭൂപ്രദേശത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രീസും ബൾഗേറിയയും മോണ്ടെനിഗ്രോയും അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ ഈ കൂട്ടായ്മയാണ് നമ്മൾ ബാൽക്കൻ സഖ്യം എന്ന് വിളിക്കുക. ബാൽക്കൻ സഖ്യത്തിൽ ബാൽക്കൻ എന്ന ഭൂപ്രദേശം ഉണ്ടോ? ഇല്ല. അത് ആരുടെ കീഴിലാണ്? ഒട്ടോമൻ തുർക്കികളുടെ കീഴിലാണ്. അങ്ങനെ ബാൽക്കൻ സഖ്യം എന്നറിയപ്പെടുന്ന സെർബിയയുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ തുർക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കീഴിലുണ്ടായിരുന്ന ബാൽക്കൻ ഭൂപ്രദേശം 1912 കൈവശപ്പെടുത്തി. ഓക്കെ. അങ്ങനെ കൈവശപ്പെടുത്തിയത് സ്വാഭാവികമായിട്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. സെർബിയ ആ ഭൂപ്രദേശം കീഴടക്കിയത് ആർക്കും ഇഷ്ടപ്പെടില്ല? ഓസ്ട്രിയക്ക് ഇഷ്ടപ്പെടില്ല. ശരിയാണ്. ഓസ്ട്രിയക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഓസ്ട്രിയ ഇതിനെതിരെ രംഗത്ത് വന്നു. സെർബിയക്കെതിരെ ആര് രംഗത്ത് വന്നു? ഓസ്ട്രിയ. ഓസ്ട്രിയയെ സഹായിക്കാൻ വേണ്ടി വന്ന യൂറോപ്പിലെ ഒരു പ്രബല രാജ്യമായിരുന്നു ജർമ്മനി. ജർമ്മനി സഹായിക്കുമെന്ന മറ്റൊന്നും കൊണ്ടല്ല. ബാൽക്കൻ ഭൂപ്രദേശത്തിൽ ആർക്കും കണ്ണുണ്ട്. ജർമ്മനിക്കും കണ്ണുണ്ട്. എങ്ങനെയും ആ ഭൂപ്രദേശം ജർമ്മനിക്ക് വേണം. അതുകൊണ്ട് സെർബിയ എതിർത്ത ഓസ്ട്രിയയെ സഹായിക്കാൻ ആര് വന്നു? ജർമ്മനി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരു രാജ്യമായ റഷ്യക്ക് ഏത് ഭൂപ്രദേശത്തിനോട് കണ്ണുണ്ട്? നമ്മുടെ ബാൽക്കൻ. അതുകൊണ്ട് സെർബിയയുടെ സഹായിക്കാനായിട്ട് ആര് വന്നു? റഷ്യ വന്നു. അങ്ങനെ സംഘട്ടനത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്തുണ്ടാവുക? മറ്റൊരു പ്രധാന പ്രശ്നം ഉണ്ടാവുക. അതിലേക്ക് നമുക്ക് പോകാം. അതായിരുന്നു യുദ്ധം തുടങ്ങാനുള്ള പ്രധാന കാരണം. പക്ഷേ യുദ്ധത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാരണമായി പറയുന്നത് ബാൽക്കൻ പ്രതിസന്ധി തന്നെയാണ്. ഓസ്ട്രിയയും സെർബിയ അവിടെ ശത്രുക്കളായി മാറി. ഓസ്ട്രിയയെ സഹായിക്കാൻ ജർമ്മനി വന്നു. സെർബിയയെ സഹായിക്കാൻ റഷ്യയും വന്നു. ഈ ഒരു സംഘർഷാവസ്ഥ തീപ്പൊരിയായിട്ട് മാറുന്നത് കിരീടാവകാശിയുടെ മരണമാണ്. അത് നമ്മൾ തുടർന്ന് പഠിക്കും കേട്ടോ. യെസ്, ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ മരണമാണ്. അതാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണം എന്ത് തന്നെയാണ്? ഈ ബാൽക്കൻ പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ബാൽക്കൻ ക്രൈസിസ്, the countries that attempted to establish dominance in the Balkan region, Austria and Serbia. അപ്പോൾ ബാൽക്കൻ ഭൂപ്രദേശം കീഴടക്കാൻ ശ്രമിച്ചത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? പ്രധാനമായിട്ടും ഓസ്ട്രിയയും സെർബിയയും. The Balkans, which were part of the Ottoman Turkish Empire. തുർക്കി ഭരണാധികാരികൾ അവരെ ഒട്ടോമൻ സാമ്രാജ്യം എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ തുർക്കി സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ തുർക്കി അധികാരിയുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഭൂപ്രദേശം ബാൽക്കൻ എന്ന് പറയാം കേട്ടോ. Were located near the Aegean Sea and to the east of Greece and close to the Black Sea. കരിങ്കടലിന് സമീപത്ത്, ഗ്രീസ് എന്ന രാജ്യത്തിന് സമീപത്തുള്ള ഈജിയൻ കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് തുർക്കിയുടെ കീഴിലുള്ള ഇത് ബാൽക്കൻ. ഓക്കെ. The Balkan League consists of Serbia, Greece, Bulgaria and Montenegro. അപ്പൊ ഈ ബാൽക്കൻ ഭൂപ്രദേശം കീഴടക്കണമെന്ന ആഗ്രഹം കൊണ്ട് സെർബിയ എന്ത് ചെയ്തു? ഈ ബാൽക്കൻ ഭൂപ്രദേശത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രീസും ബൾഗേറിയ മോണ്ടെനിഗ്രോയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. ബാൽക്കൻ ഭൂപ്രദേശം കീഴടക്കിയാൽ അവിടെ നിന്ന് കിട്ടുന്ന ലാഭം ആർക്ക് പങ്കുവെക്കാമെന്നാണ്? മറ്റു രാജ്യങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് സെർബിയ പറഞ്ഞു. അവർക്കും ഹാപ്പി. ഓക്കെ. അപ്പോ എന്താണ് ബാൽക്കൻ ക്രൈസിസ്? The countries that attempted to establish dominance
in the Balkan region, Austria and the Serbia. The Balkans, which were part of Ottoman Turkish Empire, were located near the Aegean Sea, to the east of Greece and close to the Black Sea. The Balkan League consists of Serbia, Greece, Bulgaria, and Montenegro. Then, the Balkan League defeated Turkey in 1920. അപ്പോൾ സ്വാഭാവികമായിട്ട് തുർക്കിയെ കീഴടക്കിയിട്ട് ബാൽക്കൻ ഭൂപ്രദേശത്തിന്റെ അധികാരം ആദ്യം സ്വന്തമാക്കി ബാൽക്കൻ ലീഗ് അല്ലെങ്കിൽ ബാൽക്കൻ ലീഗിന്റെ മേധാവിയായിരുന്ന സെർബിയ സ്വന്തമാക്കി. ജർമ്മനി സപ്പോർട്ടഡ് ഓസ്ട്രിയ ആൻഡ് സ്ട്രെങ്തനിങ് ഇറ്റ്സ് ഡോമിനൻസ് ഓവർ ദ ബാൽക്കൻ റീജിയൻ. അപ്പോൾ സെർബിയ സ്വന്തമാക്കിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ഓസ്ട്രിയക്ക്. അങ്ങനെ ഓസ്ട്രിയ ബാൽക്കൻ ഭൂപ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ആരെ സഹായിക്കാൻ വന്നു? ജർമ്മനി വന്നു. ആ സമയത്ത് ജർമ്മൻ ഭരണാധികാരിയായിരുന്നു കൈസർ വില്യം സെക്കൻഡ് ആയിരുന്നു. ദ ജർമ്മൻ റൂളർ അറ്റ് ദാറ്റ് ടൈം കൈസർ വില്യം സെക്കൻഡ്. ഈ കൈസർ വില്യം സെക്കൻഡ് തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലും എന്ത് ചെയ്യുക? ജർമ്മനിയെ നയിക്കുക. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പേര് ഓർത്ത് വെക്കാം. റഷ്യ സപ്പോർട്ടഡ് സെർബിയ. ക്ലിയർ ആണേ? റഷ്യ സപ്പോർട്ടഡ് സെർബിയ. അങ്ങനെ ഏത് സമയത്തും യുദ്ധമുണ്ടാകാം എന്നൊരു സാഹചര്യം നിലനിൽക്കാം. ഓക്കെ അല്ലെ? ഏത് സമയത്തും യുദ്ധമുണ്ടാകാം എന്നൊരു സാഹചര്യം നിലനിൽക്കാം. ഈ ഒരു സഖ്യങ്ങൾ എങ്ങനെ രൂപം കൊണ്ടുവന്ന് ചോദിച്ചാൽ, ഓസ്ട്രിയ സഹായിക്കാൻ ആര് വന്നടാ? ജർമ്മനി വന്നു. സെർബിയ സഹായിക്കാൻ ആര് വന്നു? റഷ്യ വന്നു. എന്താ ഇങ്ങനെ കൂട്ടിച്ചേരാൻ കാരണം? അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വംശീയമായ, വംശമെന്ന് പറഞ്ഞാൽ അറിഞ്ഞാലോ, പരമ്പരാഗതമായി ജാതി സമ്പ്രദായത്തെ പുകഴ്ത്തുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ വംശീയ സമ്പ്രദായം എന്ന് വിളിക്കുക. തങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാൻ ഉന്നതർ, തങ്ങളാണ് കുലീനർ, മറ്റുള്ളവര് അധസ്ഥിതർ എന്ന കാഴ്ചപ്പാട്. ചുരുക്കി പറഞ്ഞാൽ ജാതി വ്യവസ്ഥിതി. ജാതി വ്യവസ്ഥിതി ഉണ്ടായിരുന്ന കേരളത്തില് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സവർണജാതിക്കാര് അവര് എന്താ എല്ലായിടത്തും തങ്ങൾക്കാണ് അധികാരം എന്ന് നിശ്ചയിച്ചു. അവർണർക്ക് ഒരു സ്ഥലത്തും അവകാശമില്ല. അത് ക്ഷേത്ര ആരാധനയിലാണെങ്കിലും ശരി, സർക്കാർ ഉദ്യോഗങ്ങളിലാണെങ്കിലും ശരി, അവർണർക്ക് ഒരു സാഹചര്യവും വിട്ടു നൽകിയില്ല. എല്ലാം തങ്ങളുടേതാണെന്ന് വിശ്വസിച്ചു. ഇത് തന്നെയാണടാ ലോകത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള വംശീയ തീവ്രത. തങ്ങളാണ് ഉന്നതർ, തങ്ങളാണ് കുലീനർ, അതുകൊണ്ട് തങ്ങൾക്കാണ് ലോകം ഭരിക്കുവാനുള്ള അധികാരമുള്ളത്, മറ്റു രാജ്യങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന കാഴ്ചപ്പാട്. ഇതാണ് വംശീയമായി രാജ്യങ്ങൾ കൂടിച്ചേരുവാനുള്ള കാരണം. യൂറോപ്യൻ രാജ്യങ്ങള് കോളനിവൽക്കരണം അല്ലെങ്കിൽ സാമ്രാജ്യത്വവൽക്കരണ കാലഘട്ടത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സ്വീകരിച്ച പ്രധാന മാർഗമായിരുന്നു തീവ്രദേശീയത. ഓക്കെ, അതായത് തങ്ങളാണ് ഉന്നതർ, മറ്റുള്ളവരൊക്കെ ഒന്നിനും അർഹതപ്പെട്ടവരല്ല എന്ന കാഴ്ചപ്പാട്. സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യം എന്ത് ചെയ്താലും, അത് എന്ത് തെറ്റ് ചെയ്താലും രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുക. ഇത് തീവ്രദേശീയതയുടെ ഭാഗമാണ്. The method adopted by European countries to establish dominance. Militant nationalism. Militant nationalism. എന്താണ് ഈ മിലിറ്റന്റ് നാഷണലിസം അല്ലെങ്കിൽ തീവ്രദേശീയത എന്ന് പറയുന്നത്? ബിലീവിംഗ് ദാറ്റ് one's own country is a superior to others and justifying everything that one's country does. ഒരു രാജ്യം, ഇപ്പോ എനിക്ക് തീവ്രദേശീയത ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന രാജ്യം എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും അത് ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നതായിരിക്കാം, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മൃഗീയമായി വേട്ടയാടുന്നതായിരിക്കാം. എപ്പോഴും ഞാൻ അതിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയും അതാണ് വേണ്ടത് എന്ന് പറയും. ഇതാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്, മിലിറ്റന്റ് നാഷണലിസം എന്ന് പറയുക. സാമ്രാജ്യത്വവൽക്കരണ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങള് ആധിപത്യം ഉറപ്പിക്കാൻ സ്വീകരിച്ച പ്രധാന മാർഗവും ഈ മിലിറ്റന്റ് നാഷണലിസം തന്നെയാണ്. The method adopted by European countries to establish dominance. Militant nationalism. എന്താണ് ഈ മിലിറ്റന്റ് നാഷണലിസം, തീവ്രദേശീയത? Believing that one's own country is superior to others and justifying everything that one's country does. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട 3 വംശീയ പ്രസ്ഥാനങ്ങളാണ് യൂറോപ്പിൽ ഉയർന്നു വന്നത്. യൂറോപ്പിൽ എന്ന് പറയുന്നതാണ് ഉചിതം. യൂറോപ്പിൽ ഉദയം ചെയ്തത് ലോകത്തില് വ്യാപിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കേട്ടോ? ആ 3 വംശീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാം. 3 വംശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പാൻ ജർമ്മൻ, ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പ്രതികാര പ്രസ്ഥാനം, പിന്നെ റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പാൻ സ്ലാവ് പ്രസ്ഥാനം, സ്ലാവ്. ഓക്കെ,
സ്ലാവ് വംശജരുള്ളത് റഷ്യയിലാണ്. നിങ്ങൾ റഷ്യൻ വിപ്ലവമൊക്കെ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? റഷ്യയിലെ സ്ലാവ് വംശജരായിരുന്നു. ഓക്കെ. ജർമ്മൻ ജനത എന്ന് പറയുന്നത് ആര്യന്മാരെന്നാണ് അവർ സ്വയം വിശ്വസിക്കുക. ഓക്കെ. അങ്ങനെ ജർമ്മനി പിന്നെ ഫ്രാൻസിന് യൂറോപ്പിൽ ആധിപത്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. സപ്തവത്സര യുദ്ധം, നൂറ്റാണ്ട് യുദ്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു നൂറ്റാണ്ട് യുദ്ധം നടക്കുക. ആ നൂറ്റാണ്ട് യുദ്ധത്തിൽ വിജയിച്ചത് ചാൾസ് ഏഴാമൻ രാജാവിന്റെ നേതൃത്വത്തില് ഫ്രാൻസ് ആയിരുന്നു. അതോടുകൂടി യൂറോപ്പിൽ ഫ്രാൻസിന് ആധിപത്യം നേടി. ആധിപത്യം ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഫ്രാൻസിന്റെ ആധിപത്യത്തിന് ജർമ്മനി കോട്ടമുണ്ടാക്കി. ആ കോട്ടമുണ്ടാക്കിയതിന് കാരണമായ ജർമ്മനിക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക. അതായിരുന്നു ഫ്രാൻസിന്റെ കാഴ്ചപ്പാട്. നമുക്കറിയാം ഈ നൂറ്റാണ്ട് യുദ്ധത്തിന്റെ ഫലമായി ഫ്രാൻസ് യൂറോപ്പിലാകമാനം ആധിപത്യം സ്ഥാപിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞത് ഈ ഫ്രാൻസിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലാകമാനം അത് വ്യാപിക്കും. ഫ്രാൻസിലെ മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ യൂറോപ്പിലാകമാനം വ്യാപിക്കാൻ കാരണമായി. ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിന് തുടക്കം കുറിച്ചപ്പോൾ യൂറോപ്പിലാകമാനം അത് വ്യാപിക്കാൻ കാരണമായി. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് യൂറോപ്പിൽ നമ്മുടെ ഫ്രാൻസ് എന്ന രാജ്യത്ത് ഫ്യൂഡലിസം അഥവാ ജന്മിത്വം അവസാനിച്ചപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വിപ്ലവമുണ്ടായി, ജന്മിത്വം അവസാനിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന മെറ്റർനിക് എന്ന വ്യക്തി പറഞ്ഞത്. കാരണം അത്രയും സ്വാധീനമുണ്ടായിരുന്നു ഫ്രാൻസിന് യൂറോപ്പിൽ. ആ സ്വാധീനം കുറച്ചൊന്ന് ഇടിയാൻ കാരണമായത് ജർമ്മനിയായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസ് മറ്റുള്ളവരെ തകർക്കുക, തങ്ങളുടെ മേധാവിത്വം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു വംശീയ പ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ 3 വംശീയ പ്രസ്ഥാനങ്ങൾ നോക്കാം. പാൻസ്ലാവിസം, പാൻസ്ലാവ് പ്രസ്ഥാനം അഥവാ പാൻസ്ലാവിസം. എ മൂവ്മെന്റ് aimed at uniting the Slavic people. Leadership Russia. Included countries of Eastern Europe such as Serbia and Bulgaria. അപ്പോൾ സ്ലാവ് വംശജരെ ഏകീകരിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതായിരുന്നു പാൻസ്ലാവിസം. പ്രധാനമായിട്ടും റഷ്യയുമായി സഹകരിച്ച അല്ലെങ്കിൽ റഷ്യയുമായി സഖ്യത്തിൽ ഇടപെട്ട സ്ലാവ് വംശജർ ഉൾപ്പെട്ട രാജ്യം ഇതൊക്കെ എന്ന് ചോദിച്ചാൽ സെർബിയയും ബൾഗേറിയയുമാണ്. അതുകൊണ്ടാണ് ബാൽക്കൻ ഭൂപ്രദേശത്ത് സെർബിയ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അതിന് ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായി എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സെർബിയയെ സഹായിക്കാൻ ആരെത്തിച്ചേർന്നത്? റഷ്യ എത്തിച്ചേരുക. അങ്ങനെയാണ് യുദ്ധ സമാനമായി മാറി കേട്ടോ. അപ്പോ പാൻസ്ലാവിസം, എ മൂവ്മെന്റ് aimed at uniting the Slavic people. Leadership Russia. Included countries of Eastern European such as Serbia and Bulgaria. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു പാൻ ജർമാനിസം. പാൻ ജർമാനിസം, ജർമ്മൻ വംശജരെ ഏകീകരിക്കുക. എ മൂവ്മെന്റ് aimed at uniting the Teutonic or Germanic people. ട്യൂട്ടോണിക് വംശജരെ അല്ലെങ്കിൽ ജർമ്മൻ വംശജരെ ഏകീകരിക്കുക. ഈ ജർമ്മനിയെ ഉദ്ദേശിച്ചിരുന്നത് ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നെന്നാണ് ചരിത്രപരമായി കണക്കാക്കുക. അവര് മധ്യേഷ്യയിൽ എത്തിയപ്പോൾ രണ്ടായി വേർതിരിഞ്ഞു. ഒരു വിഭാഗം പേര് സിന്ധു നദിക്കരയിലേക്ക് വന്നു, രണ്ടാമത്തെ വിഭാഗം യൂറോപ്പിലേക്ക് പോയി എന്ന് കണക്കാക്കുന്നു. ആ യൂറോപ്യന്മാർ പോയി താമസിച്ച സ്ഥലമാണ് ഇവിടെ ജർമ്മനി എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ജർമ്മനിയിലുള്ളവർ എന്ത് വിചാരിക്കുക? തങ്ങളാണ് ആര്യന്മാരെന്ന് വിശ്വസിക്കുക. ജർമ്മനി അതുപോലെ തന്നെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാണ് യൂറോപ്പിൽ എത്തിച്ചേർന്ന ആര്യന്മാർ വസിച്ചത് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തങ്ങളാണ് ലോകത്തിലെ ഉന്നതർ, കുലീനർ, തങ്ങളാണ് ലോകം ഭരിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാർക്കുണ്ട് ജർമ്മനിക്ക്. യൂറോപ്പിൽ ആധിപത്യം ഉണ്ടായിരുന്ന രാജ്യം ഇതാ ഫ്രാൻസ്. അതുകൊണ്ട് ജർമ്മനി ഇടയ്ക്കിടയ്ക്ക് ആരെ അറ്റാക്ക് ചെയ്യും? ഫ്രാൻസ് എവിടെയെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ജർമ്മനി എതിർപ്പുമായിട്ട് അവിടെ രംഗത്ത് വരും. ഫ്രാൻസ് നൈസായിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഭൂപ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അനുനയ നീക്കം നടത്തും. നമ്മളത് പഠിച്ചതാണ്. യെസ്. അപ്പോൾ ഓർമ്മിക്കുക, പാൻ ജർമനിസം, എ മൂവ്മെന്റ് aimed at uniting the Teutonic or Germanic people. Leadership Germany sought to establish influence in Central Europe and the Balkan region. മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അവിടെ ആൾറെഡി സ്വാധീനമുള്ള ആർക്കാണ്? ഫ്രാൻസിനാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട്. ആ ഫ്രാൻസിന്റെ സ്വാധീനം തകർക്കുക എന്നതാണ് ആരുടെ ലക്ഷ്യം? ജർമ്മനി. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയുമെങ്കിലും ആരെ എതിർക്കുവാനാണ് ജർമ്മനിയുടെ ലക്ഷ്യം? ഫ്രാൻസിനെ എതിർക്കാൻ. മനസ്സിലായോ? സോ ടു എസ്റ്റാബ്ലിഷ് ഇൻഫ്ലുവൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ദ ബാൽക്കൻ റീജിയൻ.
ഇനി മൂന്നാമത്തെ തീവ്രദേശീയ പ്രസ്ഥാനമാണ് റിവെഞ്ച് മൂവ്മെന്റ്. റിവെഞ്ചിസം, ലീഡർഷിപ്പ് ഫ്രാൻസ് aimed at regaining the regions of Alaska and Lorraine, which were seized by Germany from France in 1871. യൂറോപ്പിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ആധിപത്യം അല്പമെങ്കിലും കുറയ്ക്കാൻ കാരണമായത് ജർമ്മനിയുടെ 1871 ആക്രമണം. 1871 ജർമ്മനി ഫ്രാൻസിന്റെ അധീന പ്രദേശങ്ങളായ എന്തൊക്കെ അൽസാസും ലോറൈനും കൈവശപ്പെടുത്തി. അൽസാസ് ആൻഡ് ലോറൈൻ എന്നീ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അത് തിരികെ പിടിച്ചുകൊണ്ട് യൂറോപ്പിൽ തങ്ങളുടെ നേരത്തുണ്ടായിരുന്ന ആധിപത്യം പുനഃസ്ഥാപിക്കണമെന്നതാണ് ആരുടെ കാഴ്ചപ്പാട്? ഫ്രാൻസിന്റെ. ഓക്കെ, അപ്പോൾ റിവെഞ്ച് മൂവ്മെന്റ്, ലീഡർഷിപ്പ് ഫ്രാൻസ് aimed at regaining the regions of Alsace and Lorraine, which were seized by Germany from France in 1870. ക്ലിയർ ആണ്. അപ്പോൾ യുദ്ധ സാഹചര്യം നിലനിൽക്കുകയാണ്. വംശീയമായി ധ്രുവീകരിക്കപ്പെടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നൊരു സാഹചര്യം. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇത്രയും സെറ്റാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കൃത്യമായി വായിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ യുദ്ധം പുറപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ഒരു തീപ്പൊരി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? തുടർന്ന് ലോകമഹായുദ്ധം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.